ഹലോ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് വരാൽ കറി വെക്കാം. ആദ്യമേ കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിച്ച് കഴിയുമ്പോഴത്തേന് കുറച്ച് ഉലുവ ഇടുക, അതും പൊട്ടിക്കുക. കടുകും ഇതും പൊട്ടിക്കഴിയുമ്പോഴത്തേന്, ഉലുവായും പൊട്ടിക്കഴിയുമ്പോഴത്തേന് ഇഞ്ചി അരിഞ്ഞ് വെച്ചിരുന്നതെടുത്ത് അതിൻ്റെ അകത്തിട്ട് നല്ലവണ്ണം വഴറ്റുക. ഓക്കേ, അപ്പോൾ ഇഞ്ചി നല്ലവണ്ണം വഴണ്ട് കഴിയുമ്പം നമ്മളതിലേക്ക് കുറച്ച് 2 പച്ചമുളക് മതി, അല്ലെങ്കിൽ ഒരു ഒത്തിരി ആകും. 2 പച്ചമുളക് അരിഞ്ഞതും കൂടെ അങ്ങോട്ട് ഇടുക. ഓക്കെ, നമ്മൾ പച്ചമുളക് ഇട്ട് അതും നല്ലവണ്ണം ഒന്ന് വഴറ്റുക. അതും ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേനെ നമുക്ക് അരിഞ്ഞ് വെച്ചിരുന്ന കൊച്ചുള്ളി, ഒരു 7-8 ഉള്ളി മതി, 7-8 കൊച്ചുള്ളി അരിഞ്ഞത് അതും ഇട്ട് നല്ലവണ്ണം വഴറ്റുക. അതും നല്ലവണ്ണം ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേനെ നമ്മൾ അതിൻ്റെ അകത്ത് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇടുക. ഓക്കെ, കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റുക. കറിവേപ്പില ഇട്ട് വഴറ്റി കഴിയുമ്പോഴത്തേനെ നമ്മൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ചേർക്കണം. അത് ഞാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ, മീൻകറിക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്നുള്ളത്. അതിനു മുമ്പ് നമ്മളൊരു കാര്യം ചെയ്യണം, ഈ ഉള്ളി ക്രിസ്പാകാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് വഴറ്റുക. അതിനുശേഷം മഞ്ഞൾ പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇത്രയും മുളക് പൊടി വേണം കൂടുതലെടുക്കാൻ, മല്ലിപ്പൊടി കുറച്ചെടുത്താൽ മതി, മഞ്ഞൾ പൊടി ഇട്ട് നല്ലവണ്ണം വഴറ്റി നല്ലവണ്ണം നല്ലതായിട്ട് മൂക്കണം. മൂത്ത് കഴിയുമ്പോഴത്തേനെ നമ്മൾ അതിൻ്റെ അകത്തോട്ട് നമ്മൾ കഴുകി വെച്ചിരുന്ന കുടംപുളി എടുത്തിടണം. കുടംപുളി എടുത്തിട്ട് അത് നല്ലവണ്ണം വഴറ്റിയിട്ട് എന്താ ചെയ്യേണ്ടത്, കുറച്ച് തിളപ്പിച്ച വെള്ളവും കൂടെ ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് തിളപ്പിക്കുക. അത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന തേങ്ങാപ്പാൽ, ഫസ്റ്റ് തേങ്ങാപ്പാലാണ്, സെക്കൻഡ് ഒന്നും എടുക്കുന്നില്ല, ഫസ്റ്റ് തേങ്ങാപ്പാൽ അതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് വെച്ച് നല്ലവണ്ണം തിളപ്പിക്കുക. ഇതൊക്കെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതുകൊണ്ടാണ് വീണ്ടും കാണിക്കാതിരുന്നത്. തേങ്ങാപ്പാലിട്ട് നല്ലവണ്ണം ഒഴിക്കുക. അപ്പം വരാൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പീസസ് നമുക്ക് പിന്നെ ഈ നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചത് തിളച്ച് കഴിയുമ്പോൾ അതിൻ്റെ പീസസ് കൂടെ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കണം. അതിൻ്റെ പീസസ് കൂടെ ഇട്ട് അത് നല്ലവണ്ണം തിളയ്ക്കണം. ഓക്കെ, ഞാനിപ്പോൾ ഇതിട്ടത് നിങ്ങൾക്ക് നേരത്തെ എനിക്ക് വരാൽ കിട്ടിയത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഞാൻ ഇതിട്ടിരിക്കുന്നത്. അന്നേരം ഞാൻ പറഞ്ഞിരുന്നു കറി വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഇടാവുന്നുള്ളത്. അപ്പോൾ അതാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നല്ലവണ്ണം തിളക്കട്ടെ. അപ്പോൾ അതിന് മുമ്പ് നിങ്ങളോടൊരു കാര്യം പറയട്ടെ, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ തിളച്ച് നല്ലവണ്ണം ആയിക്കഴിയുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടാൽ ഇച്ചിരി ടേസ്റ്റ് കൂടും. വരാൽ കറി റെഡി. നല്ല ടേസ്റ്റാണ്, ഞാൻ കഴിച്ച് നോക്കി കേട്ടോ. താങ്ക്